Come and fly away with me. 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 ഹലോ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഒരു കൊല്ലമായിട്ട്, ഒരു കൊല്ലം എന്നല്ല, ശരിക്കും നമ്മൾ സൗദി അറേബ്യയിൽ വന്നിട്ട് ഏറ്റവും പോണം എന്ന് ആഗ്രഹിച്ച ഒരു പ്ലേസിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായി, എവിടെ പോകണം എങ്ങനെയാണ് എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഈ ഫ്ലവർ എൻ്റെ കണ്ണിൽ പെട്ടത് ഗൈസ്. ഇത് ഡാഫോഡിൽസ് പൂവാണ്. അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് തന്നെ. ഞാൻ ആ ബന്ദി മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത്. സ്കൈ ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പല തവണയായിട്ട് നമ്മളിവിടെ പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാരണം നടന്നിട്ടില്ല ഗൈസ്. അപ്പം നമ്മൾ ഉള്ളവരൊക്കെ തന്നെ, അതായത് ഇപ്പം എല്ലാവർക്കും ലീവ് ഇല്ലാത്ത കാരണം ഉള്ളവരൊക്കെ വെച്ചിട്ട് നമ്മളെന്നാൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ ഇവിടെ ഈ സ്കൈ ബ്രിഡ്ജ് പോയിന്റിൽ വന്നിരിക്കുന്നത് ഗൈസ്. ഇപ്പം നമ്മളുള്ളത് കിങ്ഡം ടവറിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒരു റൂംമേറ്റിൻ്റെ ബർത്ത്ഡേ ഉണ്ട് ഇപ്പം. അപ്പോൾ ആ ബർത്ത്ഡേ കേക്ക് നമുക്ക് ഇവിടെ ഈ കിങ്ഡം ടവറിൽ മേളിൽ കട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ വെച്ച് കഴിക്കരുതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ കേക്ക് എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. കേക്ക് എടുത്തിട്ട് നിവ്യയും ഓൾറെഡി ആനയും അവർ ഓൾറെഡി ബ്രിഡ്ജിലോട്ട് കയറിയിട്ടുണ്ട്. ഞാനും റിസോയും കേക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ടാണ് നിവ്യക്ക് ഈ കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. മണി കിട്ടി ഗൈസ്. 138 രൂപയായി നമുക്ക് ടിക്കറ്റിന് ഗൈസ്. ഇത് വീക്കെൻഡ് ആയ കാരണം സോ കോസ്റ്റ്ലി. നിങ്ങളാരും വെള്ളിയാഴ്ച ശനിയാഴ്ച ഒന്നും വരരുത്. 138 സൂക്ഷിച്ച് കേൾക്കാം. 138 വീക്കെൻഡിൽ ഇവിടുത്തെ കിങ്ഡം ടവറിലെ ടിക്കറ്റ് പ്രൈസ് ഗൈസ്. ഇതാണ് നമ്മൾ നിവിക്ക് കൊടുക്കാൻ പോകുന്ന ബൊക്ക. ഇതിനുള്ളിൽ നിറയെ ബലൂൺ ഉണ്ട് കേട്ടോ. കേക്ക് കാണിക്കൂ റിസോ. ഇതിൽ നമ്മുടെ കേക്ക് ഉണ്ട് കേട്ടോ. കേക്ക് പക്ഷേ എങ്കിൽ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് നമ്മുടെ നിഗമനം. പക്ഷെ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റും. കേക്ക് നമ്മുടെ കയ്യിലുണ്ട് എന്നൊരു സാധനം കിട്ടുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഗൈസ്. ഈ വീഡിയോ മേ ബി ഞാൻ ഇടുന്നത് ഇവളുടെ ബർത്ത്ഡേയും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഗൈസ്. നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യാം. Close to harmony when the world is sound asleep. Something's gonna bring the change. Journeys we are meant to take. Something at the edge of space, calling us to fly away. Don't you be afraid, everything will change. You and I. Happy birthday to you.
ശരിക്കും നമ്മൾ ഈ മേളിൽ കയറി ചെന്ന് ഇവളുടെ കേക്കൊക്കെ എടുത്ത് നമ്മൾ ബർത്ത്ഡേ വിഷ് ചെയ്ത ടൈം ശരിക്കും ഇവിടുത്തെ 9:30 കേട്ടോ. ഇവിടുത്തെ 9:30 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കറക്റ്റ് 12 മണിയാവും. അതായത് കറക്റ്റ് അവളുടെ ബർത്ത്ഡേയുടെ ദിവസം അവൾ ആ കറക്റ്റ് ടൈമിൽ അത്രയും ടോപ്പിൽ നിൽക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു സുഖം ഉണ്ടായിരുന്നു ഗൈസ്. കാരണം ഇത്രയും ടോപ്പിൽ അവളുടെ ഒരു ബർത്ത്ഡേ, എനിക്ക് തോന്നുന്നു അവൾ ഈ ബർത്ത്ഡേ എന്തായാലും മറക്കത്തില്ല കേട്ടോ. അത്രയും സ്പെഷ്യലായിരിക്കും അവൾക്ക് ഈ ബർത്ത്ഡേ. കാരണം അവൾ ഒട്ടും ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കയറി പോകുമ്പോഴാണെങ്കിലും ഈ ഒരു കേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷ് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഭയങ്കര സന്തോഷമായിട്ടോ. അവൾക്കാണെങ്കിലും അവളുടെ വീട്ടുകാരൊക്കെ വിളിക്കുമ്പോഴാണെങ്കിലും വീഡിയോ കോളിൽ അവരൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ ഇവിടെ നിന്നിട്ട്. ആ നിൽക്കുന്ന അവരെ കണ്ടോ, അവർ നമ്മുടെ ഫോട്ടോസ് വേണമെങ്കിൽ എടുത്തു തരും ഗൈസ്. ഇവിടെ കണ്ടോ ഫുള്ള് ഒരു ലൈറ്റ് കുറവില്ലേ, അവർ ഫ്ലാഷൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുത്തു തരും. പക്ഷേ നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യണം ഗൈസ്. 30 റിയാൽ മറ്റോ പേ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ആരെയും വിളിച്ചില്ല ഗൈസ്. നമ്മൾ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നടന്നും നിന്നും ഒക്കെ എടുത്തിട്ടാണ്. ശരിക്കും ഈ കിങ്ഡം ടവറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ. ഈ ലൈറ്റ്സൊക്കെ ഫുള്ള് വന്നിട്ട് ഏകദേശം നമുക്ക് റിയാദിൻ്റെ ഏതാണ്ട് ഒരു ഭാഗം വരെ നമുക്കിങ്ങനെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും ദുബായിലൊക്കെ ഈ ബുർജ് ഖലീഫ ഉള്ളതുപോലെയാണ് സൗദി അറേബ്യയിൽ കിങ്ഡം ടവർ. ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു സ്ഥലമാണ് ശരിക്കും കിങ്ഡം ടവർ. അപ്പം ഇവിടെ ഭയങ്കര രസമാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കിങ്ഡം ടവറിൻ്റെ മേലാണ്. പക്ഷേ ഇവിടെ വെട്ടമൊന്നുമില്ല ഗൈസ്. നിങ്ങൾക്ക് കാണാമോ? ആ കുറച്ച് വെട്ടമുള്ളത് താഴെ നല്ല വെട്ടമുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാമോ? പക്ഷെ നമുക്ക് വെട്ടമില്ല. റിസോ കിടക്കുകയാണ് ഗൈസ്. ഞാൻ എവിടെ പോയാലും എൻ്റെ പേഴ്സണൽ ക്യാമറാമാനാണ് ശരിക്കും റിസോ. ഈ റിസോയാണ് എൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ, ഒട്ടുമിക്ക എല്ലാ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് ഇവളാണ്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. അവിടെ നിന്നെടുക്കുക ഇവിടെ നിന്നെടുക്കുക അങ്ങനെയൊക്കെ നമ്മളങ്ങനെ കുറേ ഫോട്ടോസ് എടുത്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കിങ്ഡം ടവർ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വൺ ടൈമൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് കാണുന്നതിൽ തെറ്റില്ല ഗൈസ്. ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ, ഇതാണ് സംഭവം, ഇങ്ങനെയാണ്, ഇത്ര ലൈറ്റ് ഉണ്ട്, ഇവിടുന്ന് ഇത്ര നോക്കി ഇത്ര കാണാമെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഗൈസ് ഇവിടെ ഇത്രയും വെട്ടം കുറവായത് കാരണം നമുക്ക് കുറേ നേരം ഇവിടെ നിന്ന് താഴോട്ടൊക്കെ നോക്കിയുമ്പോൾ നമുക്ക് പിന്നെ കാഴ്ചയൊക്കെ ഇച്ചിരി ഒരു മങ്ങലൊക്കെ പോലെ. എനിക്കിനി എൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് കൊണ്ടാണോന്ന് അറിയില്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എല്ലാവർക്കും ഒരു നമ്മളിങ്ങനെ ഒത്തിരി നേരം ദാഹിച്ചിരുന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം കാണില്ലേ, ആ ഒരു സെറ്റപ്പ്. ഇവിടെ ഇത്രയും ഒരു ഇരുട്ടായിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് ലൈറ്റുള്ളിടത്ത് പോയാൽ മതി എന്ന ഒരു ചിന്തയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ശരിക്കും കുറേ വീഡിയോസും റീൽസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കിങ്ഡം ടവറിൻ്റെ ടോപ്പിൽ ചെന്നത്. പക്ഷേ ഇവിടെ നിറയെ ആൾക്കാരായിരുന്നു, മൊത്തം മലയാളികളായിരുന്നു കേസ്. അതുകൊണ്ട് നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ റീലായിട്ടൊന്നും എടുത്തില്ല കേട്ടോ. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണിത്. ലാസ്റ്റ് ഒന്നും എടുക്കാതെ നമ്മൾ കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേസ്. ആകെ കുറച്ച് ലൈറ്റുള്ള സ്ഥലമാണ് ഇത്, ഈ ഭാഗവും അതിൻ്റെ അങ്ങറ്റത്തെ ഭാഗവും ഗൈസ്. അവിടെയാണ് ആകെ കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് നേരെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് വിശന്ന് ഗൈസ്. ഇപ്പോഴത്തെ ഈ ലൈറ്റ് കൊള്ളാം അല്ലേ? ഈ ലൈറ്റ്സ് ഇവിടെ അപ്പുറത്ത് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. നമ്മളിങ്ങനെ കിങ്ഡം ടവറിൻ്റെ ടോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം ഈ ലൈറ്റ്സ് ഭയങ്കര ഒരു രസമാണ് ഗൈസ്. കാരണം അത്രയും ഇരുട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക്, ഇരുട്ടില്ലാത്തല്ല വെട്ടമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു വെട്ടമുള്ള സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് ഇത്രയും കാഴ്ചയുണ്ട് നമുക്ക്. ഈ കാണുന്നതാണ് കേട്ടോ കിങ്ഡം ടവർ. ഇവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ആ ടോപ്പിൽ കാണുന്ന ആ ബ്രിഡ്ജ് ഉണ്ടോ, അതാണ് കിങ്ഡം ടവർ ബ്രിഡ്ജ്. അവിടെ നമ്മൾ പോയിട്ട് നേരെ നമ്മൾ പോയത് കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിലാണ് ഗൈസ്. പേര് കേട്ടത് ഇത് റിസോ പറഞ്ഞൊരു ഫുഡ് സ്പോട്ടാണ്. നമ്മൾ മുന്നേ പോയിട്ടില്ല, പക്ഷെ ആരൊക്കെയോ പറഞ്ഞ് അവക്കറിയാമെന്ന് പറഞ്ഞ് നമ്മൾ പോയതാണ്. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ ഭയങ്കര തിരക്കിനിടയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് ആകെ ഒരു സീറ്റ് കിട്ടി. നമ്മളങ്ങനെ അവിടെ കയറി നിന്ന് ഓർഡർ ചെയ്യണം ഗൈസ്. ഫൈനലി അവളുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്തത് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഗൈസ്. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ട് നടന്ന് ആ കേക്ക് കുറച്ച് നശിപ്പിച്ച് ഗൈസ്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് മാത്രം കഴിക്കാനുള്ളതായത് കാരണം സീനില്ല ഗൈസ്. പക്ഷേ അടിപൊളി കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു കേക്ക്. സാധാരണ കേക്കൊന്നും ഞാൻ അത്ര കഴിക്കില്ല, 1 പീസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും മതിയാവും എനിക്ക്. ഭയങ്കര മധുരമല്ലേ, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു ഗൈസ്. ഞാൻ പിന്നെയും ചോദിച്ച് മേടിക്കുമായിരുന്നു കേക്ക്.
ഭയങ്കര രസമായിരുന്നു കേട്ടോ, അടിപൊളി കേക്കായിരുന്നു. ഇവരുടെ എന്തോ പേരുണ്ട് ഗൈസ്, ഞാനത് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. നല്ല കേക്കായിരുന്നു ഗൈസ്. അങ്ങനെ കുഴിമന്തി കഴിച്ച് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മന്തി എവിടെയും ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാണുന്നതിന് എനിക്ക് സന്തോഷമാണ്, കഴിക്കുന്ന അതിൽ സന്തോഷമാണ് എനിക്ക്. അയ്യോ ഭയങ്കര സന്തോഷമായി ഗൈസ്. ഫുഡ് കഴിച്ചെനിക്ക് ആഹാ നല്ല ടേസ്റ്റ് അല്ലേ. മന്തി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് പാൽക്കപ്പയും ബീഫും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, അപ്പവും ബീഫ് കറിയും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബീഫ് റോസ്റ്റും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ലാവിഷായിട്ട് കഴിച്ച് നമ്മളൊക്കെ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ റിയാദിലുള്ളവരാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. കാരണം ഭയങ്കര ടേസ്റ്റാണ്. അവരുടെ അടിപൊളി ടേസ്റ്റ് കൊണ്ടാണ് നല്ല തിരക്കാണ് ഗൈസ്. നിങ്ങൾ കുറച്ച് ടൈം എടുക്കേണ്ടി വരും അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിയിലാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.